നമ്മുടെ മേജർ ക്രിക്കറ്റേഴ്സിനൊക്കെ ഇപ്പോൾ കുറച്ച് പ്രകൃതി സ്നേഹം കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പോൾ ഇന്നലെ കോഹ്ലി, ഇന്ന് ഹർദിക് പാണ്ഡ്യ, ഇവരൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഇത്രയധികം എഫേർട്ട് പെടുന്നുണ്ട്. എത്രയെത്ര ഡോട്ട് ബോൾസാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം വൺ ഓഫ് ദ മോസ്റ്റ് ബോറിങ് മാച്ചസ് ഞാൻ കണ്ടിട്ടുള്ളതിൽ. ചെയ്സി എന്ത് ബോറിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ റിസൾട്ട് അവിടെ ഉണ്ട്, റെഡിയാണ്. പിന്നെ അതിലേക്ക് അങ്ങ് എത്തിക്കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ. അത്യാവശ്യം നല്ലൊരു ബോളിംഗ് ട്രാക്കായിരുന്നു. ആ ബോളിംഗ് ട്രാക്കിൽ സാധാരണ ഒരു ബോളേഴ്സിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ലൈനിങ് ലെങ്ത്തിൽ ബോൾ ചെയ്യുക എന്നുള്ളതാണ്. മുംബൈ ബോളേഴ്സ് 14 വൈഡാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇന്നിങ്സിൽ. അപ്പം തന്നെ നമുക്കറിയാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷേ ഇന്ന് എടുത്തു പറയേണ്ട പെർഫോമൻസ് ഉള്ള ഒരാൾ പ്രസിദ്ധ് കൃഷ്ണയാണ്. ആ പ്രസിദ്ധ് കൃഷ്ണയുടെ ബോളിംഗ് സ്പെല്ലാണ് ശരിക്കും പറഞ്ഞാൽ കളി മാറ്റിയിട്ടുള്ളത്. കാരണം തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് തമ്മിലുള്ള പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ പോവുമായിരുന്നു. അപ്പോൾ ഈ പ്രസിദ്ധ് കൃഷ്ണയുടെ ആ ഒരു സ്പെല്ല്, ഭയങ്കര എക്കണോമിക് ആയിട്ടുള്ള ഒരു സ്പെല്ല്, അതിലാണ് ശരിക്കും പറഞ്ഞ കളി മാറിയിട്ടുള്ളത്. പിന്നെ ഹർദിക് പാണ്ഡ്യ എന്താ കാണിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്താ കാണിച്ചപ്പോൾ എന്തൊക്കെയോ കാണിച്ചു. ലാസ്റ്റ് ഔട്ടായത് വരെ ഭയങ്കര കോമഡി ആയിട്ടായിരുന്നു. സോ ഒരു ബോറിംഗ് മാച്ച്. ചേസ് വാസ് കംപ്ലീറ്റ്ലി ബോറിംഗ്. ഇപ്പോൾ അടുപ്പിച്ച് 2 മത്സരങ്ങളായിട്ട് ഇപ്പോൾ ഭയങ്കര ബോർ ചേസാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അറിഞ്ഞൂടാ ഇനി നാളെ മുതൽ എന്തായിരിക്കും എന്നുള്ളത്. ദാറ്റ്സ് മൈ റിവ്യൂ.